ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃക്കകളുടെ ആരോഗ്യത്തെ പറ്റിയാണ്. സ്ത്രീകളിൽ കൂടുതലായിട്ട് വൃക്കരോഗം പുരുഷന്മാരെ അപേക്ഷിച്ച് കാണുന്നതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നിവയെ പറ്റിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വൃക്കകളെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് എവിടെയാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ബാക്ക് പോർഷനിലെ പുറകു ഭാഗത്ത് അടിഭാഗത്തായിട്ടാണ് പയറുമണിയുടെ അല്ലെങ്കിൽ പയറിന്റെ വിത്തിന്റെ രൂപത്തിൽ ആണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വർക്കുകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതലായിട്ട് മാലിന്യങ്ങൾ, വിഷാംശങ്ങൾ പുറന്തള്ളുക, നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, അതേപോലെ ഇലക്ട്രോലൈറ്റ്, ശരീരത്തിന്റെ ദ്രാവകങ്ങൾ ശരിയായിട്ടുള്ള നിലയിൽ നിർത്തിക്കൊണ്ടുപോവുക, ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കിഡ്നി ഒരു പങ്ക് വഹിക്കുന്നത്. അപ്പൊ കിഡ്നിയിലെ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് കിഡ്നിയുടെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിന് ശരിയായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എന്തൊക്കെയാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എപ്പോഴും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നുള്ളത്. അതിന് പ്രധാനമായിട്ടും യൂറിൻ കൂടുതൽ നേരം പിടിച്ചു നിർത്തുക. ഇപ്പൊ ഓഫീസിൽ പോകുന്ന ആളുകളോ എവിടെയാണെങ്കിലും വൃത്തിയുടെ കാരണം കൊണ്ടായിരിക്കാം ബാത്റൂം യൂസ് ചെയ്യാതിരുന്നിട്ട് ഒരുപാട് നേരം യൂറിൻ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള ടോയ്ലറ്റ് സീറ്റുകൾ ഉപയോഗിക്കുന്നതും, അതായത് ശുചിത്വക്കുറവ് കൊണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് കിഡ്നി സ്റ്റോൺ, അതായത് വൃക്കയിലെ കല്ല്. ഇതും ശരിയായിട്ട് ട്രീറ്റ് ചെയ്യാതെ വേദന വരുന്ന സമയങ്ങളിൽ മാത്രം മരുന്ന് കഴിക്കുന്ന ആളുകളിലും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലങ്ങളായിട്ട് CKD, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ളവരും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അത് ഒരുപാട് തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ലൂപ്പസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ള ആളുകളിൽ കിഡ്നി ഡിസീസ്, അതായത് കിഡ്നിയുടെ അവസ്ഥ പെട്ടെന്ന് തന്നെ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആളുകൾ, ചെറിയ വേദനയ്ക്ക് പോലും വേദന സംഹാരി കഴിക്കുന്ന ആളുകളിലും കിഡ്നിക്ക് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗർഭാവസ്ഥയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാം. അതിന്റെ കൂടെ തന്നെ പ്രഷർ കൂടുതൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലും ഈ പറഞ്ഞ പോലെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുക, യൂറിൻ പോകുന്ന സമയത്ത് പുകച്ചില്, അതേപോലെ അസ്വസ്ഥത, പനി വരുന്നത് പോലെ തോന്നുക, ക്ഷീണം, യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പത അല്ലെങ്കിൽ രക്തക്കറ കാണുക, ഇങ്ങനെ പലതരത്തിലുള്ള നീര്, മുഖത്ത് അല്ലെങ്കിൽ കാലിൽ നീര് വരിക. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ കിഡ്നിയുടെ ഹെൽത്ത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റിലെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂറത്ര, അതായത് യൂറിൻ പോകുന്ന യൂറത്രയില് ചെറിയ നാളിയാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇൻഫെക്ഷൻ പടരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ യൂറത്രയും വെജനയും ആനസും ഒക്കെ ഒരേ പാതയിൽ ഇരിക്കുന്നത് കൊണ്ട്, അതിനോട് അടുത്തടുത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ശുചിത്വക്കുറവോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനോ ഇതിലോട്ട് വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതേപോലെ തന്നെ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവരും കൂടുതലായിട്ട് മരുന്നുകൾ, പല ആവശ്യങ്ങൾക്കായിട്ട് മരുന്നുകൾ കഴിക്കുന്നവരും കിഡ്നിയുടെ ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അതിൽ യൂറിക് ആസിഡോ മറ്റ് ക്രിയാറ്റിനോ എന്തിലെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട, ഡോക്ടറെ കണ്ട് അതിലെന്താണ് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നീര് കാണിക്കുക, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, നിർബന്ധമായിട്ടും നിങ്ങൾ കിഡ്നി സ്റ്റോൺ ആണോ, USG എടുക്കണമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സാധാരണ രീതിയിൽ നല്ലതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള ഒരു 2 ലിറ്റർ വരെ ഈസി ആയിട്ട് നമുക്ക് സാധാരണ ഒരു അഡൾട്ടിന് ധാരാളമായിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. പിന്നെ അതിന് പുറമെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ ചേർത്തിട്ട് ഉപ്പ് കൂടുതലുള്ളതും പഞ്ചസാര കൂടുതലുള്ളതും, പലതരത്തിലുള്ള ഫുഡുകളിൽ ഉപ്പും പഞ്ചസാരയും വളരെയധികം കൂടുതലാണ്. പ്രോസസ്ഡ് ഫുഡ് ആണെങ്കിലും ജങ്ക് ഫുഡ് ആണെങ്കിലും കൊക്കക്കോള പോലുള്ള പാനീയങ്ങളാണെങ്കിലും എല്ലാത്തിലും ഷുഗറും ഉപ്പും കൂടുതലാണ്. അപ്പോൾ പ്രഷർ ഉള്ള ആളുകളും അതേപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകളും അവരുടെ കിഡ്നിക്ക് കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആവശ്യമില്ലാതെ പെയിൻ കില്ലറുകൾ എടുക്കാതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മൈഗ്രെയിൻ ഉള്ള ഒരാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ എടുക്കുന്നു, പീരീഡ്സിന്റെ സമയത്ത് വേദന വരുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രവണത മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് പീരീഡ്സിന് വേദന വരുന്നത്, ഫൈബ്രോയിഡ് ആണോ, PCOD ആണോ, എന്താണോ കംപ്ലൈന്റ്, അതിനനുസരിച്ചുള്ള തുടർന്നുള്ള ഒരു ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കുക. മൈഗ്രെയിൻ ആണെങ്കിലും അലർജി ആണെങ്കിലും അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണെങ്കിലും ഇതിനൊക്കെ തുടർന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താനുള്ള ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ കിഡ്നിയും കൂടി, അപ്പം തലവേദന മാറുന്നില്ല അല്ലെങ്കിൽ സൈനസൈറ്റിസ് മാറുന്നില്ല, അതിന്റെ കൂടെ തന്നെ നമ്മുടെ കിഡ്നി തകരാറിലാകുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രവണതകൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതെ ഈ വേദനയ്ക്ക് മാത്രം കഴിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ആ ഒരു ടെൻഡൻസി മാറ്റിയിട്ട് മരുന്നുകൾ കഴിച്ച് അത് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യൂർ ആണ് നമുക്ക് വേണ്ടത്, ഒരു പാലിയേഷൻ ആണ് നമുക്ക് ഈ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ക്യൂറിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എടുക്കാൻ കഴിയും, അതായത് ഹെൽത്ത് നന്നാക്കി തന്നെ വെക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ നല്ല ഭക്ഷണങ്ങളും വെള്ളം നന്നായി കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. യൂറിൻ കറക്റ്റ് ആയിട്ട് ഒഴിക്കുക. യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് യൂറിൻ പിടിച്ചു വെക്കാതിരിക്കുക, കറക്റ്റ് ആയിട്ട് യൂറിൻ ഒഴിക്കാൻ നോക്കുക. ശുചിത്വം പാലിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ശുചിത്വം നമ്മൾ പാലിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ഒഴിവായി നിൽക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്